ഹലോ ഗൈസ്, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ട്രിപ്പ് എന്ന് ഇവിടെ തുടങ്ങാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ KSRTCൻ്റെ ഓപ്പോസിറ്റിൽ ലിബർട്ടി പോയിന്ന് ഫ്രഷ് ആയി വന്നു. അത് ചായയും കേക്കൊക്കെ കുടിച്ച് അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളെ ബസ്സിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ 5 മണിയായപ്പോൾ കറക്റ്റ് ബസ് എടുത്തു. അങ്ങനെ ഓരോരുത്തരും സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ ഓരോരുത്തരും പാട്ട് പാടിയൊക്കെ വൈബാക്കി. അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അൺലിമിറ്റഡ് ഫുഡായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സ്പോട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ണൂരിലെ പൈതൽ മലയാണ് കേട്ടോ ഫസ്റ്റ് സ്പോട്ട് തന്നെ. ഇനി ഒരു 3.5 കിലോമീറ്ററോളം നമുക്ക് കുന്ന് കയറാനുണ്ട് കേട്ടോ. പൈതൽ മലയിലാണ് ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 500 മീറ്റർ നടന്നാൽ നമ്മൾ എത്താൻ പോകുന്നത് ടവർ ഹൗസിലേക്കാണ്. ആ ടവർ ഹൗസാണ് ഇതാ അവിടെ കാണുന്നത്. നമ്മളിപ്പം ഇനി ഇതാ ഇത്രയും ദൂരം നടന്ന് അവിടെ എത്താൻ. ഇവിടെ മൊത്തം അട്ടയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അട്ട കടിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. പക്ഷേ നമ്മൾ അട്ട കടിച്ചു. എന്നിട്ട് നമ്മൾ സാനിറ്റൈസറൊക്കെ ഇട്ട് അട്ടേൻ്റെ കടിയൊക്കെ പോക്കിയാണ് ഗൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബേസിസ് നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നു. ഷംസീർ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു തന്നു. ആ ചേട്ടൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്താടാ പറഞ്ഞെന്ന് അല്ല, അത് ഞാനാ പറഞ്ഞത്. ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാനിറ്റൈസർ അടിക്കുമ്പോൾ പെട്ടെന്ന് വിത്തിൻ 3 ഡ്രോപ്സ് നമുക്ക് അട്ടേനെ മയക്കാമെന്നാണ് പറഞ്ഞത്. ഉപ്പിട്ടാൽ അത് ഭയങ്കര കുറച്ച് ടൈം എടുക്കും അത് ഇളകി വരാൻ. സോ സാനിറ്റൈസർ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളിപ്പോൾ വന്നത് ഇവിടെ ഭയങ്കര വെയിലാണ്. ബട്ട് കണ്ടോ പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആ മലയിലേക്കും നമുക്ക് പോവാം. പക്ഷേ കൂട്ടം പോലെ ഇങ്ങനെ വരുന്നതാണ് ഗൈസ് നമ്മളെ ആൾക്കാർ. അങ്ങനെ ഫൈനലി നമ്മൾ ടവർ ഹൗസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല വ്യൂസും കാര്യങ്ങളാണ്. പോകുന്ന വഴിക്ക് കുറേ ഉറവകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ട്രക്കിംഗ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ് അടുത്ത സ്പോട്ടിൽ വിട്ടു കേട്ടോ. ഇനി 7 വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.